നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. RCB തുടർച്ചയായി രണ്ടാമതും IPL നേടുമ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ ചാലകശക്തിയുണ്ട്. രജത് പട്ടിദാർ എന്നവരുടെ ക്യാപ്റ്റൻ. കഴിഞ്ഞ തവണ എത്രയോ 18 സീസൺ വരെ കിട്ടാക്കനിയായി കിടന്നിരുന്ന IPL കിരീടം ആദ്യമായിട്ട് ബംഗളൂരുവിൽ എത്തിക്കുന്നത് രജത് പട്ടിദാറുടെ നേതൃത്വത്തിലുള്ള RCB ടീമാണ്. കഴിഞ്ഞ വർഷം രജത് പട്ടിദാറായിരുന്നു. ഇത്തവണ അത് ഡിഫെൻഡ് ചെയ്തു. ഇത്തവണ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയതും രജത് പട്ടിദാറിൻ്റെ നേതൃത്വത്തിലാണ്. പട്ടിദാർ വളരെ മിടുക്കനായ ഒരു ക്യാപ്റ്റനാണ് എന്ന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. പട്ടിദാർ 18 സീസൺ വരെ കിട്ടാതിരുന്ന കിരീടം തുടർച്ചയായി 2 തവണ നേടിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബംഗളൂരുവിന്. പട്ടിദാർ ഒരു വലിയ താരമാണ്. പട്ടിദാറുടെ ക്യാപ്റ്റൻസിക്ക് വളരെ പ്രത്യേകതയുണ്ട്. വലിയ ബഹളങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ള വിഭവങ്ങളെ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളിക്കാരനാണ് രജത് പട്ടിദാർ. ഒരു ക്യാപ്റ്റനാണ് രജത് പട്ടിദാർ. പട്ടിദാർ അതിവേഗം നടന്നു കയറിയത് ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ്. കാരണം തുടർച്ചയായി 2 തവണ IPL കിരീടം നേടുന്ന 2 ടീമുകളെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്, രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ്. ഈ 2 ക്യാപ്റ്റന്മാർ മാത്രമാണ് ഈ നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആ നിരയിലേക്ക്, ആ ഇതിഹാസങ്ങളുടെ നിരയിലേക്ക്, ധോണിയുടെയും രോഹിത് ശർമ്മയുടെയും നിരയിലേക്ക് പട്ടിദാർ കയറി വരികയാണ്. നോക്കൂ, രാഹുൽ ദ്രാവിഡും കെവിൻ പീറ്റേഴ്സണും ഫാഫ് ഡുപ്ലസിയും ഒക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തതാണ്. അതായത് വിരാട് കോഹ്ലി എത്ര കാലം ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് RCBക്ക് ഒരു കപ്പ് എടുത്ത് കൊടുക്കുക ക്യാപ്റ്റനായിട്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഒന്നല്ല, 2 RCBക്ക് വേണ്ടി 2 കപ്പാണ് തുടർച്ചയായി വർഷങ്ങളിൽ രജത് പട്ടിദാർ നേടിക്കൊടുത്തിരിക്കുന്നത്. പട്ടിദാർ വളരെ പ്രത്യേകതകളുള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാറ്റർമാരായിരുന്നു എല്ലാ കാലത്തും. ബാറ്റർമാരെ കുത്തി നിറച്ച ഒരു ടീമായിരുന്നു RCB. പക്ഷേ അവിടെ ബാറ്റർമാർ മാത്രം പോരാ, നല്ല പേസ് ബോളർമാർ വേണമെന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചത് രജത് പട്ടിദാർ ക്യാപ്റ്റനായ ശേഷമാണ്. അങ്ങനെയാണ് ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും ഒക്കെ ആ ടീമിലേക്ക് വരുന്നത്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും ഈ IPL സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബൗളിംഗ് ജോഡിയായിരുന്നു. അവരിലേക്ക് ബാംഗ്ലൂരിനെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ രജത് പട്ടിദാറിന് നിർബന്ധ ബുദ്ധിയാണ്. ഒപ്പം റാസിഖ് സലാമിനെ പോലുള്ള മിടുക്കന്മാർ, മൂന്നാമത്തെ പേസ് ബൗളറായിട്ട് റാസിഖ് സലാം ഉൾപ്പെടെയുള്ള പേസ് ബൗളർമാർ അതിലേക്ക് വരുന്ന പട്ടിദാറിൻ്റെ ഒരു പ്രത്യേകമായ ശ്രമം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും, അതുമാത്രമല്ല ഈ സീസണിൽ പട്ടിദാർ ബാറ്റർ എന്ന നിലയിലും അതിഗംഭീരമായിട്ട് കളിച്ചു. അദ്ദേഹം ബാറ്റിങ്ങിൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം കളിച്ചത്. 15 കളിയിൽ 510 റണ്ണാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അതും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കളിയിലും 200 മീതെ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം അടിക്കുക. അമ്മാതിരി ഗംഭീര സിക്സറുകൾ അടിച്ചു കൂട്ടുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുള്ളൊരു കളിക്കാരനാണ് രജത് പട്ടിദാർ. പട്ടിദാർ ബാറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരെ മുന്നിൽ നിന്ന് നയിച്ചത്. ബാംഗ്ലൂരിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ടീമിൻ്റെ ഏറ്റവും കൂടുതൽ റണ്ണടിച്ച 2ാമത്തെ കളിക്കാരൻ പട്ടിദാറാണ്. ആദ്യത്തെ വിരാട് കോഹ്ലിയാണ് 675, രണ്ടാമത് പട്ടിദാറാണ് 515 റണ്ണ്, 5 അർദ്ധ സെഞ്ചുറികൾ, 5 ഹാഫ് സെഞ്ചുറികൾ, 5 അർദ്ധ സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്. ഈ 515 റണ്ണിൽ 42 ഫോറുകളും 42 സിക്സറുകളും 30 ഫോറുകളും. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം സിക്സർ അടിക്കുന്നതിൽ ഒരു വിദഗ്ധനാണെന്ന്. 42 സിക്സറുകളും 30 ഫോറുകളുമാണ് പട്ടിദാർ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ IPL സീസണിൽ. അതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്ര വേഗത്തിൽ ആണ്, എത്ര മുന്നിൽ നിന്നാണ് RCB നയിച്ചത് എന്നറിയാം. എന്തായാലും പട്ടിദാറിന് അവകാശപ്പെട്ടതാണ് ഈ കഴിഞ്ഞ 2 കിരീടങ്ങളുടെയും RCBക്ക് കിട്ടിയതിൽ വലിയൊരു പങ്ക് പട്ടിദാറിൻ്റെ തന്നെയാണ്. പട്ടിദാറിനെ നമുക്ക് സല്യൂട്ട് ചെയ്യാം.